ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം വൈകിയതോടെ യാത്രക്കാർ വലഞ്ഞു. അലയൻസ് എയർ വിമാനമാണ് അനിശ്ചിതമായി വൈകുന്നത്. രാവിലെ 6:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. പകരം വിമാനം ഒരുക്കില്ല എന്ന് പറഞ്ഞുവെന്നും യാത്രക്കാർ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ശേഷം എഞ്ചിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളിപ്പോൾ അറൈവിൽ വന്ന് 2.5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ക്യാൻസലിൻ്റെ ഒന്നും പറയുന്നില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് സമയം, ഇതിന് കോമ്പൻസേഷൻ്റെ കാര്യം, ഇതിന് ക്യാൻസലേഷൻ്റെ കാര്യം, എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഒന്നും ഇവരൊരു അപ്ഡേറ്റ് തരുന്നില്ല. ക്യാൻസൽ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ എന്താ പറയുക സ്പെയർ പാർട്സ് വരട്ടെ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ശ്രീധരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, എത്ര യാത്രക്കാരാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? എന്താണ് ഇതിനകത്ത് ഇവരുടെ ഒരു നിലപാട്? എൻജിൻ തകരാർ എന്ന് പറഞ്ഞാണ് ഈ അലയൻസ് എയറിന്റെ വിമാനം ഇപ്പോഴും അനിശ്ചിതമായി നീളുന്നത്. രാവിലെ 6:30 ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ട വിമാനമാണ്. ഏതാണ്ട് 100-ലധികം യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു. നിലവിലേതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും യാത്രക്കാർക്ക് ലഭിച്ചില്ല. ഏതാണ്ട് ബോർഡിംഗ് കംപ്ലീറ്റ് ആയ ഒരവസ്ഥയിലാണ് വിമാനം പുറപ്പെടുന്നില്ല, തകരാർ കണ്ടെത്തിയെന്നൊക്കെ അറിയിക്കുന്നത്. ഇത്തരം വിമാനം ഏർപ്പെടുത്താനുള്ള നടപടികളൊന്നും അലയൻസ് എയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതും യാത്രക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീഫണ്ട് പോലുള്ള കാര്യങ്ങൾക്കും യാതൊരു മറുപടിയും ഇവരുടെ ഭാഗത്തുനിന്ന്, വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നും യാത്രക്കാർ പറയുന്നുണ്ട്. ഇവരേതായാലും വിമാനത്താവളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവർക്ക് മതിയായ മറ്റ് സാധാരണ വിമാനങ്ങൾ വൈകിയാലോ ക്യാൻസൽ ചെയ്താലോ അടുത്തുള്ള ഹോട്ടലിൽ താമസ സൗകര്യമൊക്കെ ഒരുക്കാറുണ്ട്. അങ്ങനെയുള്ള നടപടികളൊന്നും അലയൻസ് എയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ഇവർ ഇപ്പോഴും ഈ വിമാനത്താവളത്തിൽ തുടരുകയാണ്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.